സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ ഗവർണറും മുഖ്യമന്ത്രിയും സമവായത്തിലെത്തിയതിൽ CPM-ലും SFI-ലും എതിർപ്പ്. സിസ തോമസ് താൽക്കാലിക VC ആയിരുന്നപ്പോൾ CPM-ഉം പോഷക സംഘടനകളും സമരം ചെയ്തിരുന്നു. ജീവനക്കാരുടെ സംഘടനകളും നേതാക്കളുടെ എതിർപ്പ് അറിയിച്ചിരുന്നു. അതേസമയം സർക്കാർ BJP-യും തമ്മിലുള്ള അന്തർധാര വ്യക്തമായെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ വിമർശിച്ചു. ആശ്ചര്യകരമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. സിസ തോമസിനെ VC ആയിട്ട് വെച്ചപ്പോൾ നിങ്ങൾ കണ്ടതാണ് കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളെ ഭാവി പോലും അപകടത്തിലാക്കിക്കൊണ്ട് അവിടെ പരീക്ഷ പോലും നടത്താൻ പറ്റാത്ത സാഹചര്യമായിരുന്നു ദിവസങ്ങളോളം. സാങ്കേതിക സർവകലാശാലയും ഡിജിറ്റൽ സർവകലാശാലയും വൈസ് ചാൻസലർമാർക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും ഗവർണറും കൊടുത്ത പരാതികൾ, ആരോപണങ്ങൾ എന്തുകൊണ്ട് ഇത് ആവിയായിപ്പോയി? അതൊക്കെ ആവിയായിപ്പോയി. പെട്ടെന്ന് 19-ാം തീയതി സുപ്രീം കോടതി ഫൈനലായിട്ട് തീരുമാനിക്കാൻ വരുന്ന മുമ്പേ പെട്ടെന്ന് ഒന്നിച്ചിരുന്ന് ആവിയായിപ്പോയി. അന്തർധാരയുടെ ഭാഗം തന്നെയല്ല ഇതും. മോളിന്ന് ഡയറക്ഷൻ കിട്ടിയിട്ടുണ്ടാവുമല്ലേ ഇത് തീർക്കാൻ? ഇതെങ്ങനെയും തീർക്കാൻ സുപ്രീം കോടതിയുടെ മുമ്പിൽ വീണ്ടും പോകുന്നതിന് മുമ്പേ ഇത് ക്ലിയർ അല്ലേ? ഇത് ക്ലിയറാണ് അന്തർധാര. ശ്രീത് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീത്ത്, ഇത് പ്രശ്നപരിഹാരം ഏറെ അകലെയാണ്. കോടതിയിൽ പോലും അത് സാധ്യമാവുന്നില്ല. ഗവർണർ സർക്കാർ ഏറ്റവും കൂടുതൽ അതിരൂക്ഷം എന്നുള്ള അവസ്ഥയിൽ നിന്ന് വളരെ പെട്ടെന്ന് ഓൾ ഓഫ് എ സഡൻ ഒരു സമവായത്തിലെത്തുകയും 1-1 എന്ന മട്ടിൽ നിയമിക്കാമെന്ന് തീരുമാനത്തിന് നല്ല കാര്യമാണ്. കാര്യം അനിശ്ചിതത്വം അവസാനിക്കുമല്ലോ. പക്ഷേ ഈ സിസ തോമസിനെതിരെ അതിഗുരുതരമായി സമരം ചെയ്ത SFI എന്ത് ചെയ്യുമെന്നാണ് ഇനി അടുത്ത് സിസ തോമസ് യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും എന്നൊരു അവരുടെ ധർമ്മസങ്കടമാണ് പ്രശ്നം. ശ്രീത്, ഹാഷ്മി, തീർച്ചയായും SFIയുടെ ധർമ്മസങ്കടമാണ് പ്രശ്നം. മാത്രമല്ല SFIയുടെ സമര വേലിയേറ്റം മൂലം സാങ്കേതിക സർവകലാശാലയിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ പ്രതിസന്ധിയാണ്. അക്കാദമിക് പ്രവർത്തനങ്ങളും മറ്റ് ഭരണപരമായ പ്രവർത്തനങ്ങളുമെല്ലാം പൂർണ്ണമായും താറുമാറായിരുന്നു. പരീക്ഷാ കലണ്ടറുകൾ താളം തെറ്റി, അക്കാദമിക് പ്രവർത്തനങ്ങൾ താളം തെറ്റി, പരീക്ഷകൾ വൈകി, പ്രവേശന നടപടികൾ വൈകി. അങ്ങനെ സമരവേലിയേറ്റം മൂലം സാങ്കേതിക സർവകലാശാല ഏതാണ്ട് വലിയ പ്രതിസന്ധി അനുഭവിച്ചത് ഈ SFIയുടെയും പോഷക സംഘടനകളുടെയും ഒക്കെ സമരം മൂലമാണ്. അത് സിസ തോമസിനും അവരുടെ പിൻഗാമിക്കുമെതിരെ ഒക്കെയായിരുന്നു സമരം. എന്നാൽ ഈ സമരമൊക്കെ നടത്തിയ സംഘടനയെ വളരെ ഇരുട്ടത്ത് നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിലൊരു ധാരണയായിരിക്കുന്നത്. അത് സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാല VC സ്ഥാനത്ത് വീണ്ടും നിയമിക്കാനുള്ള അനുമതിക്ക് വേണ്ടിയാണ് സർക്കാർ സിസയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ VC സ്ഥാനം ഗവർണറും സർക്കാരും 1-1 എന്ന രീതിയിൽ പങ്കിട്ടെടുത്തപ്പോൾ ആപ്പിലായിപ്പോയത് CPIM-ന്റെ സമരസംഘടനകളും പോഷക സംഘടനകളും ഒക്കെയാണ്. അതാണിപ്പോൾ വലിയ പ്രശ്നമായിരിക്കുന്നത്. മാത്രമല്ല, വിദ്യാർത്ഥികളെ എന്തിനാണ് ഇത്തരത്തിലൊരു നാടകത്തിൻ്റെ ഭാഗമാക്കി അക്കാദമിക് പ്രവർത്തനങ്ങൾ വൈകിച്ചത്, പരീക്ഷ വൈകിച്ചത് തുടങ്ങിയ ചോദ്യങ്ങളും ബാക്കിയാവുന്നുണ്ട്. പൊതുഖജനാവിലെ വലിയ തുക മുടക്കിയാണ് സർക്കാരും ഗവർണറും തമ്മിലുള്ള തർക്കം തീർക്കാൻ ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു. അതിന് മാത്രം ഏതാണ്ട് 30 ലക്ഷത്തിൽ പരം രൂപയായി. പിന്നീട് അഭിഭാഷകരുടെ കോടതി ചെലവും മറ്റുമായി വൻതുക വേറെയും ചിലവായി. അങ്ങനെ പൊതുപണമടക്കം ചെലവഴിച്ച ഒരു വിഷയത്തിലാണ് പെട്ടെന്ന് പൊതുധാരണയായിരിക്കുന്നത്. അപ്പോൾ ഈ ധാരണയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു. അന്തർധാരയാണെന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു കഴിഞ്ഞു. എങ്കിലും CPM-ഉം SFI-യും ഒന്നും മിണ്ടാൻ കഴിയാത്തൊരു പ്രതിസന്ധിയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.